പത്രോസിന്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അടുത്ത പത്രോസിന്റെ പ്രസ്താവന നമുക്ക് വായിക്കാം. അടുത്ത വാക്യം വായിച്ചാട്ടെ. പത്രോസ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആരായി പാപം ചെയ്ത ദൂതന്മാരെ? ലൂസിഫർ അല്ലേ? പാപം ചെയ്ത എന്താണ് അവർ ചെയ്ത പാപം? ഇതൊക്കെ അറിയണ്ടേ? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മേതെ എൻ്റെ സിംഹാസനം വയ്ക്കും, അഹങ്കാരം എന്ന പാപം. പ്രവചന പുസ്തകങ്ങളിലുണ്ട്, ഞാനൊന്നും എടുത്ത് വായിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. പാപം ചെയ്ത ദൂതന്മാർ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വിധാനവർത്തികളായി നിന്ന ദൂതന്മാരിൽ ഒരു ഗ്രൂപ്പാണ് ലൂസിഫർ ഗ്രൂപ്പ്. ദൂതൻ, വീണുപോയ ദൂതൻ. പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നു, എൻ്റെ സിംഹാസനം അത്യുന്നതന്റെ സിംഹാസനത്തിന് മേലെ വയ്ക്കുമെന്ന്. അഹങ്കാരം വന്നപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി തറയിട്ടു. ആ ചരിത്രമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്ക് വെളിപ്പാട് 20-ാം അധ്യായം വായിച്ചാട്ടെ. വെളിപ്പാട് 20-ന്റെ 1 മുതൽ വായിച്ചാട്ടെ. അവിടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 20 ഒന്ന് വായിച്ചു. ചങ്ങലയിട്ട് സാത്താനെയും അവന്റെ ദൂതന്മാരെയും അഗാധത്തിൽ തള്ളിയിട്ടു. പാപം ചെയ്ത ദൂതന്മാരെയും സാത്താനെയും അഗാധത്തിൽ തള്ളിയിട്ടിട്ടുണ്ട്. കുറെ കിടപ്പുണ്ട്, ഒരു വലിയ ഗ്രൂപ്പ് കിടപ്പുണ്ട്. യെദുക്കൂസിന്റെ ഭരണകാലത്തെ അവരെ അഴിച്ചുവിടും. കൈവിടപ്പെട്ടു പോയ പെന്തക്കോസുകാരനെ 6 അടി പൊക്കമുള്ളവനെ ഒരു കുത്തുമ്പോൾ 3 അടി പൊക്കമുള്ളവനായി മാറും. അതിനുവേണ്ടി വെച്ചിരിക്കുക. സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുക ദൈവം. ഒരു ഗ്രൂപ്പ് കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിവിധ നിലയിലാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അല്പാൽപമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗഹനമായിട്ട് 3-4-5 എപ്പിസോഡുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരിൽ പോകാതെ ഇവിടെ കിടന്നാൽ ഈ അഗാധത്തിൽ കിടക്കുന്ന ഈ ദുരാത്മാക്കളെ എല്ലാം അഴിച്ചുവിടുകയും അവർ വന്ന് മനുഷ്യനെ ഘോരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ചരിത്രം വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്നുണ്ട്. മറ്റ് ചില പ്രവചന പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് ചെറിയ ചെറിയ പരാമർശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. വായിച്ചേ, വെളിപ്പാട് വായിച്ചേ. അല്ലല്ല, പത്രോസിന്റെ ലേഖനത്തിലേക്ക്. ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുക. അവിടെ നിൽക്കണം, മതി. അപ്പോൾ ഈ പറഞ്ഞ ദുരുപദേഷ്ടന്മാർക്കൊരു മുന്നറിയിപ്പാണ് ഇപ്പൊ തരുന്നത് ഈ പത്രോസ് തരുന്നത്. ജലപ്രളയ സമയത്ത് പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടവരെ രക്ഷിക്കുകയും അല്ലാത്തവരെന്ത് ചെയ്തു? നീതിപ്രസംഗിയായ ലോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും ബാക്കിയുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തു. അതുപോലെ സോദോം ഗൊമോറ എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ആ പട്ടണങ്ങളെ ദൈവം ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് ഭക്തികെട്ടി നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പത്രോസ് പറയുന്ന വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കണം. ദുരുപദേശം പറഞ്ഞുകൊണ്ടിരുന്നാൽ, വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സേവാനുവർത്തികളായി ദൈവത്തെ സേവിക്കാനായിട്ട് ദൈവമാക്കി വെച്ച ദൂതന്മാർ
അവർ നിഗളിച്ചപ്പോൾ അവരെ ദൈവം വെട്ടിക്കളഞ്ഞു. അവരെ കണക്കിന് പ്രഹരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ സ്തോത്രം പത്രോസ് എടുത്ത് പറയുന്നത്. ദൂതന്മാരുടെ അവരുടെ വാഴ്ച കാത്തുകൊള്ളാതെ പോയെന്ന് പറയുന്നുണ്ട് ഇവിടെ. യൂദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ആ പൊസിഷനിൽ നമ്മൾ നിന്നോണം. ഒരു വിശ്വാസിയാണെങ്കിൽ നല്ലൊരു വിശ്വാസിയായി വചനമനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയോടെ നമ്മളോട് ജീവിച്ച് മുമ്പോട്ട് പോകണം. ഒരു ശുശ്രൂഷകനാണെങ്കിൽ പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച് ജനത്തെ നടത്തണം. ഇതൊന്നും ചെയ്യാതെ അവരവർക്ക് തോന്നിയ പോലെ പോയാൽ അവസാനം രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ദൃഷ്ടാന്തത്തിൽ കൂടി പത്രോസ് തെളിയിക്കുകയാണ് ഇവിടെ. ദൂതനാണെങ്കിലും അവൻ്റെ ദൗത്യം അവൻ നിവർത്തിക്കണം. ഒരു പാസ്റ്റർ ആണെങ്കിൽ അവൻ്റെ ദൗത്യം അവൻ നിവർത്തിക്കണം. ഒരു ഇടയനാണെങ്കിൽ, ഒരു അപ്പോസ്തലനാണെങ്കിൽ, ഒരു സുവിശേഷകനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ അവരവർക്ക് ദൈവം കൊടുത്ത ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വചനവ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് ഉപദേശത്തിൻ്റെ വ്യവസ്ഥപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം. അവരും ഇവരൊക്കെ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയാൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ലെന്ന് കനത്ത മുന്നറിയിപ്പാണ് ഇവിടെ പത്രോസ് തരുന്നത്. ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമപ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ. അപ്പൊ ലോത്ത് ആരായിരുന്നു? നീതിമാനായിരുന്നു. ലോത്ത് എങ്ങനെയാ വലഞ്ഞു പോയത്? പറ, എങ്ങനെയാ വലഞ്ഞത്? അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ. മറുപടി വചനത്തിലൂടെ പറയണം. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ അവരുടെ ദുഷ്കാമപ്രവൃത്തികൾ കണ്ടും കേട്ടും. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ലോകത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ മുഴുവൻ കാണാനും കേൾക്കാനും പറ്റുന്നൊരു സാധനമാണ് എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്നതെന്ന് ഓർത്തോണം. ജനം തിന്നാനിരുന്നു കുടിപ്പാൻ എഴുന്നേറ്റു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞ പോലെ തിന്നാനും കുടിപ്പാനും എഴുന്നേറ്റു കളിപ്പാൻ എഴുന്നേറ്റു. തിന്നാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പോലെ അധർമ്മയുടെ ഇടയിൽ ഭക്തൻ ജീവിച്ചപ്പോൾ എന്ത് പറ്റി? അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും, ലോകത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സ് നൊന്ത് എന്ത് ചെയ്തു? ലോത്ത് വലഞ്ഞുപോയി. ഇന്നത്തെ ആത്മീയഗോളം വലഞ്ഞു കിടക്കുകയാണ്. ബഹുഭൂരിപക്ഷം വിശ്വാസികളും ശുശ്രൂഷകന്മാരും വലഞ്ഞു കിടക്കുകയാണ്. ലോകത്തിൻ്റെ അശുദ്ധി മുഴുവൻ കണ്ടും കേട്ടും അവർ വലഞ്ഞു കിടക്കുകയാണ്. അവർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം നീതിമാനായിട്ടൊക്കെ വിളിച്ചു എന്നുള്ളതൊക്കെ ശരി. നീതിമാൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനനുസരിക്കുക. അനീതി ചെയ്താൽ എന്ത് സംഭവിക്കും? നശിച്ചു പോകും. ഭയങ്കര പ്രയോഗമാണ് പത്രോസ് പറയുന്നത്. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയി. അപ്പൊ കണ്ടും കേട്ടുമുള്ള ദുഷ്കാമ പ്രവൃത്തി കണ്ടും കേട്ടും വലഞ്ഞുപോയ നീതിമായ ലോത്തിനെ വെടിവെക്കുകയും ചെയ്തു. അപ്പൊ ലോത്തിനെ വെടിവെച്ചു. ലോത്തിന്റെ ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കും, നീതിമാനാണ്. പക്ഷെ ആള് വലഞ്ഞുപോയി. പാസ്റ്റർമാർ പലരും വലഞ്ഞുപോയി. ആത്മാവ് ഒരുപക്ഷെ തീ കൂടെ എന്ന പോലെ രക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷെ ഈ ഭൂമി ജീവിക്കുമ്പോൾ വലഞ്ഞ് ആൾക്കാരുടെ മുമ്പാകെ കൂത്തുകാഴ്ചയായിട്ട് പലരും അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. പാസ്റ്റർമാരുടെ 2 മക്കള് സൈത്താൻ വേർഷിപ്പിൽ ലീഡർഷിപ്പ് ചെയ്യുന്നുവെന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ ആ പ്രാസംഗികൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. കാരണം അദ്ദേഹം ബോഷ് പറയത്തില്ല. എന്താ കാര്യം? വലഞ്ഞു പോയുള്ള മക്കൾ പിന്നെ സൈത്താൻ വേർഷിപ്പിലല്ല, പിന്നെ ഏത് വേർഷിപ്പിലാണ് പോകുന്നത്? ഇന്ന് കാണുന്ന പ്രൈസ് ആൻഡ് വേർഷിപ്പൊക്കെ പലതും സൈത്താൻ വേർഷിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യവേദ പുസ്തകത്തിൽ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. പ്രൈസ് ആൻഡ് വേർഷിപ്പ് പാട്ട് പാടി ആരാധിക്കാനായിട്ട് ഒരു പുസ്തകത്തിലും പ്രമാണമില്ല.
എടുത്തൊന്ന് വായിച്ചു കൊടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളൊന്ന് വായിച്ചു. 4:19 മുതൽ ഷടേന്നൊന്ന് വായിച്ചു കൊടുത്തേ. ആരാധന എന്താണെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇല്ലേ കയറി വന്നോണ്ട് പറയുക കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ആ യജമാനനെ കാണുന്നു. ആ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലും നമസ്കരിച്ചു. നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ആ യേശു അവരോട് സ്ത്രീയെ, ആ വാക്യം എത്രയാ? 21. 21 തൊട്ടാ. 4:21. യോഹന്നാൻ 4:21 തൊട്ടാ. സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നു ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. അവിടെ എവിടെയും പോയി നമസ്കരിക്കാനൊന്നും പ്രമാണമില്ല. പുതിയ നിയമ ആരാധന മരത്തണലിലുമാകാം, ഹോളിൻ്റെ ഉള്ളിലുമാകാം, ഹൗസ് ചർച്ചുകളുമാകാം. ആ മലയിലുമല്ല ഈ മലയിലുമല്ല വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഇവിടെ വിഷയം തുടങ്ങുന്നത് സത്യനമസ്കാരികൾ, പിതാവിനെ ആത്മാവിലും സത്യത്തിലും അപ്പൊ പിതാവിനെയാണ് നമസ്കരിക്കുന്നത്. യേശു പറഞ്ഞു പഠിപ്പിച്ച ഭാഗമായത്. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നവരുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞല്ലേ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നിടത്തെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആരാധിക്കേണ്ടത് പിതാവിനെയാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ് പിതാവിനെ ആരാധിക്കേണ്ടത്. മനസ്സിലായോ? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, പാപമോചനം പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവർ ആത്മാവിലാണ് ആരാധന. ചുമ്മാ കിടന്ന് കുറെ പാട്ട് പാടിയാലൊന്നും ആരാധന ആകത്തില്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്ന പെന്തക്കോസ് നാളിൽ ആത്മാവിൻ്റെ ആരാധന ഉടലെടുക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ മഹത്തരമായ സത്യമാണത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പെന്തക്കോസ് നാളിൽ ആത്മാവിൻ്റെ ആരാധന ഉടലെടുക്കുന്നതിന് മുമ്പ് സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു മഹത്തരമായ സത്യമാണത്. ആരാധന വരുന്നു, സത്യനമസ്കാരികളുടെ ആരാധന വരുന്നു, ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന വരുന്നു. ഇസ്രയേലിൻ്റെ ആരാധനയല്ല. ഇസ്രയേലിൻ്റെ ആരാധന അവൻ നല്ലവനല്ലോ അവൻ്റെത് എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് സ്തോത്രം പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെയും അത് തന്നെ പാടും. ആണ്ടത് യോഗത്തിന് നമ്മളും അത് തന്നെ പാടുക, അവൻ നല്ലവനല്ലോ അവൻ്റെത് എന്നേക്കുമുള്ളത്. അപ്പോൾ പാസ്റ്റർ വേറൊരു വാക്യം വായിക്കും, അവൻ നല്ലവനല്ലോ അവൻ്റെത് എന്നേക്കുമുള്ളത്. അപ്പോൾ അടുത്ത വാക്യം വായിക്കും, അവൻ നല്ലവനല്ലോ അവൻ്റെത് എന്നേക്കുമുള്ളത്. എൻ്റെ പൊന്നെ, അത് യഹൂദന്മാർ പാടിക്കൊണ്ടിരുന്നതാണ്. ഈ വെളിവ് കെട്ട ഉപദേശിമാർ ഇതൊക്കെ എടുത്ത് നമ്മളെ പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ്. പുതിയ നിയമസഭയുടെ ആരാധന ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ആരാധിക്കേണ്ടത്. ആ ആരാധന ഉടലെടുത്തത് പെന്തക്കോസ്ത് നാളിലാണെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവം ആത്മാവാകുന്നു, ബോഡി സ്പിരിറ്റ്. അവനെ ആരാധിക്കേണ്ടവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. കർത്താവ് പറഞ്ഞ ആരാധനയുടെ തുടക്കം പെന്തക്കോസ്ത് നാൾ തൊട്ട് തുടങ്ങി. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ മർക്കോസിൻ്റെയും ഗസ്റ്ററിൻ്റെയും പാട്ടുപാടിയെല്ലാം ആരാധിച്ചത് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. ഭൂകമ്പമുണ്ടായി, അത്ഭുതങ്ങൾ നടന്നു. പൗലോസിനെയും ശീലാസിനെയും കഴുത്തിന് കുത്തി കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കളഞ്ഞവർ അവരെന്താ പറഞ്ഞത്? യജമാനന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക. പെന്തക്കോസ്തിൻ്റെ ആരാധന ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ തകർത്ത് കളഞ്ഞു. അത് പാട്ടിൽ കൊണ്ട് ഒതുക്കി നിർത്തിയിരിക്കുക. ഇൻസ്ട്രുമെൻസിൻ്റെ എന്താ പറയുക, മേളതാളങ്ങളിൽ ഒതുക്കിയിട്ടിരിക്കുക. വചനത്തെ കോട്ടിക്കളഞ്ഞിരിക്കുക, കൂട്ടുചേർത്തിരിക്കുക, മറിച്ച് കളഞ്ഞിരിക്കുക. സത്യാരാധന എന്താണെന്ന് പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം.
കർത്താവ് പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പൗലൂസിന്റെ ഒരു വാക്കുകൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാം. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കർത്താവ് പറഞ്ഞതും പൗലൂസ് പറഞ്ഞുകൂടി ചേർത്ത് പഠിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞത് പ്ലസ് അപ്പോസ്തലന്മാർ പറഞ്ഞുകൂടി ചേർത്ത് പഠിക്കുമ്പോൾ സത്യം ക്ലിയർ ആയിട്ട് വെളിപ്പെട്ട് കിട്ടും. അതിൻ്റെ ക്ലാരിറ്റി കിട്ടും സത്യത്തിന്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പൗലൂസ് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന് 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 3:2 ഒന്ന് വായിച്ചേ. റോമർ 10:1 ഞാൻ പറയാം. റോമർ 1:10. ഫിലിപ്പിയ ലേഖനം 3:2 വാക്യം. രണ്ടാം വാക്യം. മൂന്നാം വാക്യം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അതെ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. റോമർ 1:10. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പൊ ആരാധന ആത്മാവിലാണ്. പത്രോസ് എന്ന മനുഷ്യനിൽ ദൈവാത്മാവ് വന്ന് വസിച്ചുകൊണ്ട് ആ ആത്മാവിനെ കൊണ്ടാണ് ആത്മാവാം ദൈവത്തെ ആരാധിക്കുന്നത്. ഇതാണ് വചനവ്യവസ്ഥ. ഈ ചക്കും ചുക്കും അറിഞ്ഞുകൂടാതെ ചുമ്മാ കിടന്ന് കുറെ പാട്ടുപാടി ബഹളം വെച്ചിട്ട് അത് ആത്മാവിൻ്റെ ആരാധനയാണെന്ന് പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് നെഞ്ചത്തിടിച്ച് കരയാൻ തോന്നുന്നത്. എന്തൊരു കഷ്ടമായി. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഒരു വലിയ സബ്ജക്റ്റാണത്. ഞാൻ അതിലേക്ക് അധികം ഒന്നും പോകുന്നില്ല. ആരാധന പരിശുദ്ധാത്മാവിലാണ്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വികാസം പറയും, സ്തോത്രം പറയുക, വന്നിരുന്ന് സ്തോത്രം പറയുക. സ്തോത്രം പറഞ്ഞ് അങ്ങ് ആത്മാവിലായി. പിന്നെ ആത്മാവിലങ്ങ് ആരാധിക്കും. ആ മണിക്കൂറുള്ള ആരാധിക്കും. ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സഭയിൽ 2 പ്രാവശ്യം ഈ ആത്മാവിൻ്റെ ആരാധന വെളിപ്പെട്ടു. സമയം പോയി ഞങ്ങൾക്കറിയത്തില്ല. ഭാഷയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. വലിയ ബഹളമൊന്നും കാണുന്നില്ല. അപ്പോൾ വലിയ ഇൻസ്ട്രുമെന്റ്സിൻ്റെ അടിയൊന്നുമില്ല. ആംപ്ലിഫയറിൻ്റെ ഒച്ചയൊന്നും കൂട്ടി വെച്ചില്ല. ഡ്രമ്മൊന്നും അടിച്ച് പൊട്ടിച്ചില്ല. ഗിറ്റാറിൻ്റെ കമ്പിയൊന്നും തള്ളി പൊട്ടിച്ചില്ല. ശാന്തമായി ഇങ്ങനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. നിർത്താൻ തോന്നുന്നില്ല. മിനിറ്റുകൾ മണിക്കൂറുകൾ പോയി. പരിസരം മറന്നങ്ങ് ആരാധിക്കുന്ന അനുഭവം 2 പ്രാവശ്യം എനിക്കതുണ്ടായി. യഥാർത്ഥ വചനവസ്തുപ്രകാരം ഒരു കൂട്ടം ജനം കടന്നു വന്ന് ആത്മാവിൽ ആരാധിച്ചാൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയായിത്തീരും. ഇടയ്ക്കൊരു സഹോദരൻ ഒരു ക്രൈസ്തവ ഗാനം എടുത്ത് പാടിയപ്പോൾ ഒരു സഹോദരനെടുത്ത് അത് യൂട്യൂബിൽ ഇട്ടേക്കുക. ഞങ്ങളുടെ സഹോദരൻ ആത്മാവിൽ ആരാധിക്കുന്നു. എന്തോ പറയാനാ. ഇത്ര ബോധമില്ലാത്ത ഒരു വർഗമായി നമ്മൾ അധപ്പതിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. പാട്ടുപാടി അങ്ങ് ക്ലൈമാക്സിലായി കഴിയുമ്പോൾ 2 അന്യഭാഷ പറയുന്നതല്ല ആരാധന. ആരാധനയ്ക്ക് പാട്ട് പാടണമെന്നില്ല. സ്തോത്രം പറഞ്ഞ ആത്മാവിലാകാം. അതാണ് യഥാർത്ഥ ആരാധന. പഴയ നിയമത്തിലെ ആരാധന സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിൽ. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകത്തിലുള്ളത് സ്തോത്രം പറഞ്ഞ്. മനസ്സിലായോ? പുതിയ നിയമത്തിലെ ആരാധന ആത്മാവിലാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കണം, ആരാധിക്കണം. ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പൗലോസ് ആത്മാവിൽ ആരാധിക്കുന്നവനാ, അന്യഭാഷയിൽ ആരാധിക്കുന്നവനാ. നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. ദൈവവും നമ്മളുമായിട്ട് ഇങ്ങനെ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. വലിയ ബഹളങ്ങളൊന്നും വേണ്ട. അന്യഭാഷയിൽ നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ 10 പേര് കൂടി ഒരുമിച്ചിരുന്നങ്ങ് പ്രാർത്ഥിക്കും. വലിയ ബഹളമൊന്നും വേണമെന്നില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മഹത്തരമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. പാപികൾ നമ്മുടെ മധ്യത്തിൽ വന്നാൽ അവർ കവിണ്ണ് വീണ് ദൈവം ഇവിടെ ഉണ്ടെന്ന് പറയാനിടയായിത്തീരും. ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുന്നില്ല പ്രിയമുള്ളവരെ.
ദുരുപദേശങ്ങളിൽ നിറഞ്ഞു കിടക്കുക സഭകൾ. യഥാർത്ഥ പത്യവചനം, പത്യോപദേശം എല്ലാം സഭയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പ്രസംഗം. സഭകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരണം. പൗലോസ് പഠിപ്പിച്ചതുപോലെ, പത്രോസ് പഠിപ്പിച്ചതുപോലെ, യോഹന്നാൻ, യാക്കോബ്, യൂദ പഠിപ്പിച്ചതുപോലെ സഭകളെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കണം. ഇന്ന് കാണുന്ന ദ്രവ്യാഗിരികളെ കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. അവരെ പ്രസംഗിച്ചിട്ട് കൈ നീട്ടി നിൽക്കുക കാശ് കൊടുക്കാൻ. സ്വത്രം. പ്രസംഗിക്കുന്നവര് കാശ് കൊടുക്കണമെന്നുള്ളത് ഒരു സത്യം, വേലക്കാരൻ കൂലിക്ക് യോഗ്യം. അത് നമ്മൾ കൊടുത്തില്ലേ വേറെ ആരെങ്കിലും കൊടുക്കാൻ കാണും. ഏലിയാവ് മഹത്തരമായി ചൂണ്ടിയിട്ട് ആരാ ഏലിയാവിനെ പോറ്റിയത്? ദൈവമാണ് പോറ്റിയത്. ഒന്ന് വിധവയെ കൊണ്ട്, കാക്കയെ കൊണ്ട്. മനസ്സിലായില്ലേ? ഒരു ദ്രവ്യാഗ്രഹി നയമാന്റെ പുറകെ ഓടിയല്ലോ. എന്തോ പറ്റി? ലക്ഷക്കണക്കിന് രൂപയുടെ സാമാനം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അഴിച്ചു നോക്കിയപ്പോൾ കുഷ്ഠം ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്. ഒരു പാക്കേജ് കുഷ്ഠം, ദ്രവ്യാഗ്രഹി കിട്ടിയ കുഷ്ഠം. പഴയ നിമിത്തിലെ കുഷ്ഠം പുതിയ നിമിത്തിൽ പാപമാണ്, സിൻ, പാപകുഷ്ഠം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു ആരാധന ആത്മാവിലായിരിക്കണം, യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിനെ വിശ്വാസികൾ കടന്നു വന്ന് സ്വോത്രം പറഞ്ഞിരിക്കണം. സഭയിൽ സ്വോത്രം പറഞ്ഞ് സ്വോത്രം ആത്മാവിൽ അങ്ങ് ആരാധിക്കണം. പഴയ ഏതെങ്കിലും പാട്ടിൻ്റെ ഒന്നുമില്ല, ജീലൊക്കെ എടുത്ത് പാടിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇന്ന് കാണുന്ന ഈ സിസ്റ്റങ്ങളൊക്കെ വചനത്തിന് വിരുദ്ധമാണ്. ഞാനത് പറയാൻ എനിക്കൊരു മടിയില്ല. ഈ വേർഷിപ്പ്, അതായത് വേർഷിപ്പ് ചെയ്യാനായിട്ട് കുറേ സഹോദരന്മാരോടൊപ്പം ഉണ്ട്. മുഴുവൻ ദ്രവ്യാഗിരികളാണ്. എൻ്റെ ഒരു പാസ്റ്ററിൻ്റെ മോനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ഒരു സഹോദരൻ എന്നോട് പറയുക, ഒരു പാസ്റ്ററിൻ്റെ മോനാണ് ആ പേര് പ്രൈസ് ആൻഡ് വേർഷിപ്പ് ചെയ്യുന്ന ആൾ. പേരൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു 1 lakh. ഞാൻ ഈ പീറ ചേർക്കണ 1 lakh രൂപ, 1 ലക്ഷം രൂപ. അതെ, പോകുന്നിടത്ത് കുറേ മുതലക്കണ്ണീരൊഴുക്കി മൈക്കൊക്കെ എടുത്ത് പാടി ഒരിക്കൽ കൂടെ പിന്നെയോ പാടാമോ, ഒന്നുകൂടി പാടാമോ, 4 വരി കൂടി പാടാമോ എന്നൊക്കെ പറഞ്ഞ് ജനത്തിൻ്റെ ഇടയിൽ കിടന്ന് കുറേ സർക്കസൊക്കെ കാണിച്ച് 2 ദിവസത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അവന് 1 ലക്ഷം രൂപ എണ്ണി കൊടുക്കണം. അല്ല, അവൻ ഗുണ്ടകളായിട്ട് വരും തല്ലാൻ ഉപദേശിക്കാൻ. ഉപദേശിയും ഗുണ്ടമാരാ. ഈ നടത്തുന്നവനും പാടുന്നവനും എല്ലാം ഗുണ്ടകളാ. ആ നിലയിൽ അതപ്പതിച്ചു പോയി സഹോദരങ്ങളെ. സത്യമായിട്ട് ഞാൻ പറയുക. നിങ്ങൾ കേട്ടിട്ട് എന്നെ എങ്ങനെ വിധി എഴുതിയാലും എനിക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് സത്യമാണ്, ദൈവസന്നിധിയിലാണ് ഞാൻ പറയുന്നത്. ആത്മീയ കോളം മുഴുവൻ നശിച്ചു കിടക്കുക. ആത്മീയ ഗുണ്ടകളുണ്ട് നമ്മുടെ ഇടയിൽ, സത്യം പറയുന്നവരെ തല്ലാൻ വരുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പത്രോസ് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആത്മാവിൻ്റെ ആരാധന സഭയിൽ വെളിപ്പെടണം. സ്വത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ യിരെമ്യാവ് 33:3 സംഭവിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് മറഞ്ഞിരിക്കുന്നത് മഹോചരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ നമ്പറാ യിരെമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, മറഞ്ഞിരിക്കുന്നത് മഹോചരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. തിരുവചന സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ മതി. സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കുമ്പോൾ ആരാധന ഏത് നിലയിലാണെന്നും ആത്മീയ സത്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ഒട്ടതയും ചതിയും വ്യാജവും അസൂയ നുണ ഇതെല്ലാം വിട്ടുകളഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഈ സത്യങ്ങളെല്ലാം നമുക്ക് ദൈവവചനത്തിൽ കിടക്കുന്ന സത്യങ്ങൾ നമുക്ക് അതാത് സമയങ്ങളിൽ വെളിപ്പെടുത്തി തരും. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇത് അവിടെ ഇവിടെയും കേട്ട കാര്യങ്ങളല്ല, പുസ്തകത്തിൽ കിടക്കുന്ന കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ആരാധന വെളിപ്പെടുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. പാപികൾ മാനസാന്തരപ്പെടും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ദൈവത്തിൻ്റെ മഹത്വം ജനം കാണാനിടയായിത്തീരും. കുറെ പാട്ടുപാടി ബഹളം വെച്ചിട്ട് ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ആത്മീയ കോളം. കർത്താവ് താൻ ഗംഭീരനാഥത്തോളം പ്രധാന ശബ്ദത്തോളം കടന്നു വരുമെന്ന് പറയും പാട്ട് പാടിയിട്ട് അത് ആത്മാവിൻ്റെ ആരാധനയായിട്ട്
ഒരു സഹോദരൻ ചിത്രീകരിച്ചപ്പോൾ അവരെ ഓർത്ത് നമുക്ക് കരയാന്നല്ലാതെ എന്താ പറയാനാ? ആത്മാവിൻ്റെ ആരാധന എന്താണെന്ന് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കേ. ഒന്നാമല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ 21 വാക്യം 4:21, 21, 22, 23 വാക്യങ്ങളും, റോമർ 1:10, ഫിലിപ്പി ലേഖനം 3:3 ഇങ്ങനെ കുറച്ച് വാക്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്തൊന്ന് വായിച്ചു പഠിക്കും. ആത്മാവിലാണ് ആരാധന. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. കാരണം ദൈവം സ്പിരിറ്റാണ്. ആ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ തന്നെ ആരാധിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രയോഗങ്ങളൊന്നും ദൈവത്തിന് വേണ്ട, ഇഷ്ടമല്ലാതൊന്നും. അതൊക്കെ വചന വിരുദ്ധമാണ്. നമ്മുടെ സംഗീത നിശകളും ക്യാപ്റ്റൻ പോലെ പറയുന്നുണ്ട്, സംഗീത നിശ, മ്യൂസിക് നൈറ്റ്, സംഗീത സന്ധ്യ, ഇതൊക്കെ സിനിമാക്കാരുടെ ശൈലികളാണ്. അതങ്ങനെ തന്നെ ഒപ്പിയെടുത്തിരിക്കുക. ഇതൊന്നും പറഞ്ഞു തിരുത്താൻ ഇവിടെ ആളുമില്ല. ചക്കും ചുക്കും അറിഞ്ഞൂടാത്തവരൊക്കെ എന്നാ പറഞ്ഞു തിരുത്താനാ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ശുശ്രൂഷകൾ ചെയ്താലും അതെല്ലാം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണം. നമുക്ക് തോന്നിയ പോലെ ആകരുത്. ആ ദൈവം അംഗീകരിക്കത്തില്ല. പട്ടാളത്തിൽ ആളെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ അവർ വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. ചെസ്റ്റ് ഇത്ര ഉണ്ടായിരിക്കണം, പൊക്കം ഇത്ര ഉണ്ടായിരിക്കണം, വെയിറ്റ് ഇത്ര ഉണ്ടായിരിക്കണം. അതൊന്നും ഇല്ലാതെ നമ്മളങ്ങോട്ട് കയറി ചെന്നാൽ ഓടിച്ചു വിടും നമ്മളെ. സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിടത്ത് കാര്യം കിട്ടുന്ന കഥയില്ല. ഒരു ഡോക്ടറുടെ ഒക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താ? മോഷൻ എങ്ങനെയുണ്ട്? ആദ്യം അതൊക്കെ ചോദിക്കുന്നു. മോഷനൊന്നും പോകാറില്ല. അപ്പോൾ തന്നെ വയറിളക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ വിഷയങ്ങൾ ഡോക്ടർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അതിന് കഴിഞ്ഞാൽ ചികിത്സ എന്ന് പറഞ്ഞ പോലെ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്, പ്രസംഗിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്, കൂട്ടായ്മ കൂടി വരാൻ വ്യവസ്ഥയുണ്ട്, എല്ലാറ്റിനും വ്യവസ്ഥയുണ്ട്. കുടുംബജീവിതത്തിന് വ്യവസ്ഥയുണ്ട്, മക്കളെ വളർത്താൻ വ്യവസ്ഥയുണ്ട്, സഭയിൽ പ്രസംഗിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്, വിവാഹ ശുശ്രൂഷ സമയത്ത് പ്രസംഗിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരുവിധം വല്ലാത്തൊരു പോക്കായി ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, എന്നാൽ അവനത് വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. അഭ്യസിപ്പിക്കണ്ടേ? അഭ്യസിക്കണമെങ്കിൽ അറിയണമല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും കിടന്ന് വഴക്ക് പറയുന്നൊരു വിഷയമാണ്. കൊച്ചിനെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ പഠിപ്പിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും പറഞ്ഞു ചെയ്യും. അതിനൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനെ. ഓരോ കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യും, ഇന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ അതപ്പോൾ ചെയ്യും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അതുപോലെ വിശ്വാസികളെ വചനം പ്രസംഗിച്ച് നടത്തുക, ഉപദേശം പ്രസംഗിച്ച് നടത്തുക. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ അതിയായവർ തരുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് പ്രസംഗിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അവരെ നടത്തുക. നിങ്ങൾ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഊതിയിട്ടും ഉന്തിയിട്ടും കൊരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും അല്ല വിശ്വാസികളെ നടത്തുന്നത്. ഇതൊക്കെ സാത്താന്റെ മേയലാണ്. ഹിന്ദു സഹോദരങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു എന്നൊക്കെ പറയുന്നു. അവരൊക്കെ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ വെളിവ് കെട്ട കുറെ ഉപദേശിമാര് ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് നടന്ന് വെളിവ് കെട്ട കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇപ്പൊ അവര് അവിടെ ഇവിടെ അമേരിക്കയിലൊക്കെ പോയി വന്നിട്ട് ഊതാനും ചെയ്താലും ഈ കണ്ട ദുർപദേശങ്ങൾ മുഴുവൻ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അതെല്ലാം വന്നവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ പറയുന്നത് എൻ്റെ പഠിപ്പിക്കലേ, നമ്മൾ പുതിയ നിയമസഭ ആരാണ്? നാം ആരാണ് പുതിയ നിയമസഭ? നമ്മുടെ സഭയുടെ ആവിർഭാവം എവിടെയാണ്? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ. സഭ ഉടലെടുത്തപ്പോൾ ആദ്യത്തെ പ്രസംഗം എന്തായിരുന്നു? പത്രോസിൻ്റെ പ്രസംഗം. ആ പ്രസംഗം കേട്ട് വന്നവർ എന്ത് ചെയ്തു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ കഴിച്ച് അപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ച് പോന്നു. 2:42 ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആരെ രക്ഷിക്കപ്പെടുന്നവർ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ചവർ. അവരാണ് രക്ഷിക്കപ്പെട്ടവർ. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നവർ. ആ സഭയോട് ചേർത്തുകൊണ്ടിരുന്നവര്, ആ സഭയോട് ചേർക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം കേട്ടനുസരിച്ചുകൊണ്ടിരിക്കണം. ഈ വേദപുസ്തകത്തിൽ കിടക്കുന്ന പ്രോപ്പർ ചാനലായ ഈ ഉപദേശ സത്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞാൽ ഒരു പ്രയോജനമില്ല. പിന്നെ
പ്രസംഗിച്ച് കഞ്ഞു കുടിക്കാം, കാറ് മേടിക്കാം, വീട് മേടിക്കാം, കൊച്ചുകളെ പഠിപ്പിക്കാം, കല്യാണം നടത്താം, എല്ലാ പരിപാടികളും ഈ ലോകത്ത് നടക്കാം. പക്ഷെ നിത്യത പ്രാപിക്കണോ? കർത്താവിൻ്റെ കൂടെ നടന്ന ആദിമ അപ്പോസ്തലന്മാർ. ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം തിമോഥെയോസ് ഒരു അപ്പോസ്തലനാ, ബർണബാസ് അപ്പോസ്തലനാ, ഫിലമോൻ അപ്പോസ്തലനാ, ലോകത്തെ സ്നേഹിച്ചിട്ട് പോയ ദേമാസും അപ്പോസ്തലന്മാരിൽ ഇഷ്ടപ്പെടും. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടന്ന ആദിമ അപ്പോസ്തലന്മാർ, ആ ഒരു പഠനം പിതാക്കന്മാർ പഠിപ്പിക്കുന്നുള്ളൂ. ആദിമ അപ്പോസ്തലന്മാർ കർത്താവിനെ കണ്ടവരും കൂടെ നടന്ന അപ്പം തിന്നവരും അവരോടുകൂടി തിന്നുകുടിച്ച് തന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു. എവിടെ ആ വാക്യം? പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം. ഇതൊക്കെ വളരെ വിലപ്പെട്ട സത്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ വേദോത്സവത്തിൻ്റെ ഒരു ചുക്കും മനസ്സിലാക്കാൻ പറ്റാണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ആ ഒരു പത്രോസിൻ്റെ പ്രസംഗം അങ്ങനെ തന്നെ അങ്ങ് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ പത്രോസ് വായ തുറന്ന് പ്രസംഗിച്ചത് പ്രവൃത്തി 10:34 മുതൽ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായിരിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും വിഷാദി ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദാദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികൾ. കർത്താവ് ചെയ്തതിന് അവരാണ് സാക്ഷികൾ, നമ്മളല്ല. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമെല്ലാം ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി, അതാണ് അപ്പോസ്തലന്മാർ, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ദ്വീപുകൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു.